ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 15 മുതൽ വിതരണം ആരംഭിക്കും. ഈ ക്രിസ്മസും പുതുവത്സരവും പ്രമാണിച്ച് ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളൊക്കെ വർദ്ധിപ്പിച്ച 2000 കൊടുത്തിരുന്നു. 3600 ആ അർത്ഥത്തിൽ കുടിശ്ശിക അടക്കം കഴിഞ്ഞ തവണ കിട്ടിയത്. ഇത്തവണ അത് നേരത്തെയാക്കും അല്ലേ, ഈ ആഘോഷങ്ങൾ പ്രമാണിച്ച്? അത്തരം വാർത്തകൾ കൂടി ഉണ്ടല്ലോ ഷിജ. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് വലിയ ഉപകാരമാകുന്ന വലിയൊരു തീരുമാനം തന്നെയാണ് സർക്കാർ ആ വിഷയത്തിൽ എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പറയേണ്ടത് തന്നെയാണ്. കാരണം ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നവംബർ മാസത്തിൽ സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പെൻഷൻകാരുടെ കൈകളിലേക്ക് എത്തിയത് 3600 രൂപയായിരുന്നു. അതായത് വർദ്ധിപ്പിച്ച 1600-ൽ നിന്നും 2000 ആക്കി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ ശേഷിച്ചിരുന്ന ഒരു കുടിശ്ശിക 1600-ഉം ചേർത്തുകൊണ്ട് 3600 വീതമാണ് ഈ 62 ലക്ഷം പെൻഷൻകാർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മാസത്തെ ഡിസംബർ മാസത്തെ പെൻഷൻ അത് കുറച്ചുകൂടി നേരത്തെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കാരണം ഈ മാസം അവസാനം എന്ന് പറയുന്നത് ക്രിസ്മസ് പുതുവത്സരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് കൈകളിൽ നേരത്തെ തന്നെ തുക ലഭ്യമാക്കുക അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ ഈ മാസം 15 മുതൽ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 1045 കോടി രൂപയാണ് അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആയിരിക്കും തുക ലഭിക്കുക. അതേസമയം മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകളിലെ ജീവന എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് പെൻഷൻ നിലവിൽ ലഭിക്കുന്നത്. ആ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതായിരിക്കും. ഈ മാസം 15 മുതലായിരിക്കും ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക. ജിംഷാദ്.